എൻ്റെ പേര് ജോസ്മി. ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത്. 2023 ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നു. അതിനു മുമ്പ് തന്നെ ഓൺലൈൻ ഉടമ്പടി വഴിയായിട്ട് എനിക്ക് കിട്ടിയ രോഗസൗഖ്യം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും എഴുതിയിരുന്നില്ല. പക്ഷേ മാതാവിനോട് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും എനിക്കൊരു വീടും സ്ഥലവും സ്വന്തമായിട്ട് വേണമെന്നും അത് ആ വീടിൻ്റെ പണി ലോൺ എടുക്കാതെ തന്നെ പൂർത്തിയാക്കാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് കയറിപ്പോയി 8 മാസം ആയപ്പോഴും തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങാനായിട്ട് പറ്റി. ആ സ്ഥലം വാങ്ങുമ്പോൾ അത് മാതാവ് തന്ന സ്ഥലമാണെന്ന് അറിയാനായിട്ട് എന്തെങ്കിലും ഒരു അടയാളം അതിൽ കാണണമെന്ന് ഞാനൊരു പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ട് ആ സ്ഥലത്തിൻ്റെ ഒരു ലൊക്കേഷൻ സ്കെച്ച് നോക്കിയപ്പോൾ അതിൽ കൃപാസനം എന്നൊരു എഴുത്ത് കണ്ടു. അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതിനുശേഷം അവിടെ കിണർ കുത്താൻ തുടങ്ങുന്ന സമയത്ത് വെള്ളം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമായിരുന്നു. ഞങ്ങൾ കിണർ പണി തുടക്കത്തിൽ തന്നെ അവിടെ പാറയാകണ്ടേ, അപ്പം മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും പൈസ മുടക്കിയിട്ട് വെള്ളം കിട്ടുമോ എന്നോർത്ത് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും കിണർ പണി തുടങ്ങിയ എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കൾ അവിടെ കിണർ കുത്തുന്ന സ്ഥലത്ത് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ 3 കോലായപ്പോൾ തന്നെ മാതാവ് അവിടെ വെള്ളം കാണിച്ചു തന്നു. അതിനുശേഷം ശക്തമായ ഒരു ഉറവയുണ്ടെങ്കിലേ നമുക്ക് ആ കിണറിൻ്റെ പണി അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും അവിടെ ഉടമ്പടി വസ്തുക്കളിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ട. സ്വപ്നത്തിൽ ഒരു കറുത്ത പാറയിൽ നിന്ന് ശക്തമായിട്ട് ഉറവ വരുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. അത് പക്ഷേ എപ്പോഴും ഈ കിണറിൽ വെള്ളം കാണണമെന്ന് ഓർത്തിരിക്കുന്നതുകൊണ്ട് തോന്നലായിരിക്കുമെന്ന് ഞാൻ കരുതിയത്. അത് ഞാൻ എൻ്റെ വീട്ടിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് വീട്ടിൽ നിന്നൊരു വീഡിയോ അയച്ചു തന്നു. ഞാൻ എങ്ങനെയാണോ സ്വപ്നത്തിൽ കണ്ടത് അതുപോലെ തന്നെ ഒരു കറുത്ത പാറയിൽ നിന്ന് വെള്ളം ശക്തമായിട്ടൊരു ഉറവ വരുന്നതായിട്ട് ആ കണ്ടതുപോലെ തന്നെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു അത്. ഇതുവരെയും സമൃദ്ധമായി അതിൽ വെള്ളമുണ്ട്. മാതാവ് നൽകിയ വെള്ളമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ 2 വർഷമായിട്ട് ഒരു സ്ഥലം വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ആ സ്ഥലം വന്ന് കണ്ടുപോയി. പക്ഷേ ഒരു പോസിറ്റീവ് റെസ്പോൺസും ഉണ്ടായില്ല. ഞങ്ങളവിടെ ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നിരന്തരമായിട്ട്. പക്ഷേ കുറച്ച് നാളായപ്പോൾ ഞങ്ങളുടെയും പ്രതീക്ഷ നശിച്ചു. ഇനി അത് വിറ്റുപോകില്ലായിരിക്കും, ദൈവഹിതം എന്താണോ അത് നിറവേറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ മാതാവിൻ്റെ ഇടപെടലാൽ കഴിഞ്ഞ മാസം ആ സ്ഥലം കച്ചവടമായി. ഈ മാസം അതിൻ്റെ രജിസ്ട്രേഷൻ നടത്താനുള്ള അനുഗ്രഹം മാതാവ് നൽകി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീട് പണിയാൻ നേരം ലോൺ എടുക്കരുതെന്ന് പ്രാർത്ഥിച്ചെങ്കിൽ പോലും പല സാഹചര്യങ്ങളിൽ ലോൺ എടുക്കേണ്ട രീതിയിൽ പേപ്പറുകളെല്ലാം റെഡിയാക്കേണ്ടി വന്നു. പക്ഷേ മാതാവ് ഞാൻ ചോദിച്ച കാര്യം മറക്കാതെ തന്നെ എനിക്ക് പലരിൽ നിന്നായിട്ട് സഹായം എത്തിച്ചു തന്നു. ലോൺ എടുക്കാതെ തന്നെ ആ വീടിൻ്റെ പണി പൂർത്തിയാക്കാനും കഴിഞ്ഞ മാസം 18-ാം തീയതി ആ വീട്ടിൽ പാല് കാച്ചാനുമുള്ള അനുഗ്രഹം മാതാവ് തന്നു. മാതാവിന് 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടിയിൽ അമ്മയ്ക്ക് ഭാഗമായി കിട്ടിയ ഒരു സ്ഥലം വിൽപ്പന അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മാതാവിൻ്റെ മധ്യസ്ഥം വഴിയായിട്ട് ആ സ്ഥലത്തിൻ്റെ വിൽപ്പനയും തടസ്സങ്ങളൊന്നും കൂടാണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ അമ്മയ്ക്ക് കഠിനമായ തലവേദന വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. വന്നാൽ 2-3 ദിവസം സഹിക്കാൻ പറ്റാവുന്ന രീതിയിൽ ആയിരുന്നില്ല. ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെയായിരുന്നു. ശരിക്കും തീർത്തും ശരീരമൊക്കെ തളർന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു. പക്ഷെ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ തലവേദന പൂർണ്ണമായിട്ടും മാറ്റി തന്നു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഒരുപാട് രോഗസൗഖ്യങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർക്കും അവർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുമ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം പറഞ്ഞ് തന്നെ വിതരണം ചെയ്യാറുണ്ട്. മാതാവിൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും വിഷമം പറഞ്ഞാൽ മാതാവിനെക്കുറിച്ച് അവരോട് പറഞ്ഞ് നമ്മൾ പറഞ്ഞു തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. മാതാവിനെക്കുറിച്ച് പറയാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും ഞങ്ങൾ പാഴാക്കി കളയാറില്ല. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് വിദേശത്തായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്ത് നാട്ടിലാണ് ചെയ്യിക്കാറ്. പാവങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാറും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറും ഒക്കെയുണ്ട്. രോഗികളെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന രോഗികളായിട്ടുള്ള ആൾക്കാരെ സഹായിക്കാറുണ്ട്. അമ്മ മാതാവ് ഇതുവരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 6-ാം അധ്യായം 9-ാം തിരുവചനം. കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. ജോസ്മി എന്ന ഈ മകൾ
തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഒരു വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഈ കഠിന ചുരുക്കം നാളുകൾ കൊണ്ട് ഒരു വീടും സ്ഥലവും സ്വന്തമാക്കാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് എല്ലാ തടസ്സങ്ങളും മാറ്റി മകളെ സഹായിച്ചതിന് നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു കിണർ കുത്തുമ്പോൾ വെള്ളം കിട്ടാതെ ക്ലേശിച്ച നാളുകളിൽ വിദേശത്തെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മകൾ അവിടെ ഒരു സ്വപ്നം കാണുന്നു. ഒരു കറുത്ത കല്ല് പിളർന്ന് വെള്ളം പുറത്തേക്ക് വരുന്നതായിട്ടാണ് മകളത് സ്വപ്നം കാണുന്നത്. അത് നാട്ടിൽ കിണർ കുത്തുന്നു. എല്ലാ ദിവസവും ഈ വെള്ളത്തെക്കുറിച്ചുള്ള സംസാരം നടക്കുന്നു. അതുകൊണ്ട് അതായിരിക്കും, അത് ഓർത്ത് കിടന്നത് കൊണ്ട് കിട്ടിയ ഒരു തോന്നലായിരിക്കുമെന്ന് ആദ്യം മകളെ കരുതുന്നുണ്ട്. എങ്കിലും മകൾ ചെയ്ത ഒരു നന്മ അതെല്ലാവരോടും പറഞ്ഞു. രാത്രി ഇങ്ങനെ സ്വപ്നം കണ്ടു, അതിങ്ങനെ വെള്ളം വരുന്നത് കാണുന്നുവെന്ന് അറിയിക്കുന്നു. അച്ഛൻ എന്നും സൂചിപ്പിക്കാറുണ്ട്, അത് ഉടമ്പടിയിലാണോ ഒരു വിഷയം നമ്മുടെ അമ്മയുടെ കരങ്ങളിലേക്ക് തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുമോ അതിനുള്ള സന്ദേശം അമ്മ കൈമാറിക്കൊണ്ടിരിക്കും. ആ സന്ദേശത്തെ സ്വീകരിക്കുന്നത് എങ്ങനെ, അതതിൻ്റെ പ്രധാനപ്പെട്ട വിഷയവുമാണ്. മകളിത് സ്വപ്നം വീട്ടിലേക്ക് കൈമാറി ഇങ്ങനെ ഒരു കാര്യം കണ്ടു, എന്താണെന്നറിയില്ല എന്ന് പറയുന്നു, നിർത്തുന്നു. എന്നാൽ അടുത്ത ദിവസം മകൾക്ക് അവിടുന്ന് ഒരു വീഡിയോ ഇട്ട് കൊടുക്കുന്നത് ആ കിണർ കുത്തി വെള്ളം വരുന്നതിൻ്റെ വീഡിയോയാണ്. അത് ഒരു കറുത്ത കല്ല് പിളർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് കുറവ് പൊട്ടി വരുന്ന വെള്ളത്തിൻ്റെ വീഡിയോയാണ് മകൾക്ക് ഇട്ടുകൊടുക്കുന്നത്. അത് കാണുമ്പോഴാണ് എന്താണോ താൻ സ്വപ്നത്തിൽ കണ്ടത്, അമ്മ മാതാവ് തനിക്ക് ദർശനം നൽകിയത്, ആ കാഴ്ച തന്നെ തൻ്റെ കുടുംബത്തിനകത്ത് കുത്തിയ കിണറിൽ നിന്ന് വെള്ളം വരുന്നത് തനിക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ സന്തോഷം, അതിൻ്റെ നന്ദി മകൾ ഈ എൽത്താരയിൽ പങ്കുവയ്ക്കുന്നു. പിന്നീട് അതുപോലെ തന്നെ കുടുംബത്തിലെ ഓരോരുത്തർക്ക് ലഭിച്ച ചെറുതും വലുതുമായ ഓരോ നന്മകളെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം അനുദിന ജീവിത പ്രതിസന്ധികൾക്ക് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരുക്കി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുള്ള അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിന് ഇടപെടുവാൻ പറ്റുന്ന വിധം, ദൈവത്തിന് സ്വാധീനിക്കുവാൻ പറ്റുന്ന വിധം, ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ പറ്റുന്ന വിധം നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും അതിൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരവുമായി അമ്മ മാതാവിലൂടെ ഈശോ നമുക്ക് അമ്മയുടെ കൃപയാൽ നമുക്ക് ഓരോ കാര്യവും അനുവദിച്ചു തരുന്നത് അനുഭവിക്കുവാനാവും. അതിൻ്റെ സന്തോഷവും നന്മകളുമാണ് ഈ മകൾ ഈ എൽത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.